എല്ലാവർക്കും നമസ്കാരം. PSC ഇൻഫ്ലുവൻസറിന്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. 2024-2025 നടക്കുന്ന 10th പ്രിലിംസിന്റെ ഡേ 10 വർക്ക്ഔട്ട് ചലഞ്ചിലേക്ക് നമ്മൾ കടക്കാണ്. ഡേ 9 വരെയുള്ള എല്ലാ വീഡിയോസും നിങ്ങൾ കണ്ടു, പോൾ വർക്ക്ഔട്ട് എക്സാംസ് അറ്റൻഡ് ചെയ്തു, PDF നോട്ട്സ് നിങ്ങൾ വായിച്ചു എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇന്നത്തെ ദിവസം ഡേ 10 വർക്ക്ഔട്ട് ചലഞ്ച് നമ്മൾ ഫിസിക്കൽ സയൻസ് ആണ് ചർച്ച ചെയ്യുന്നത്. ഓക്കെ, ഫിസിക്കൽ സയൻസിൽ ഇന്ന് 2024, 2023, 2022 ചോദിച്ച മുഴുവൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കൂടി ചേർത്തുള്ള ഒരു പാക്കേജ് ആണ്. ആദ്യം തന്നെ കൊടുത്തിരിക്കുന്ന ഒരു പ്രസ്താവന ചോദ്യമാണ്. ഇതാണ് ചോദ്യം: താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ, മനുഷ്യന്റെ ശ്രവണ പരിധി 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണ്. ഓപ്ഷൻ ബി, ശബ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഡെസിബൽ ആണ്. ഓപ്ഷൻ സി, ഉച്ചത എന്നത് ശബ്ദം ഒരാളിൽ ഉണ്ടാക്കുന്ന കേൾവി അനുഭവത്തിന്റെ അളവാണ്. ഓപ്ഷൻ ഡി, ശബ്ദ മലിനീകരണ സൂചിക അനുസരിച്ച് അപകടകരമല്ലാത്ത ഏറ്റവും ഉയർന്ന ശബ്ദപരിധി 100 ഡെസിബൽ ആണ്. തെറ്റായ പ്രസ്താവന കണ്ടെത്താൻ മനുഷ്യന്റെ ശ്രവണ പരിധി എത്രയാണ്? നിങ്ങൾക്കറിയാം എത്രയാ? 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് ആണ്. അപ്പൊ ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ്. ശബ്ദത്തെ കുറിച്ചുള്ള ആദ്യത്തെ പോയിന്റ് നമ്മൾ പഠിച്ചു. മനുഷ്യന്റെ ശ്രവണ പരിധി എന്ന് പറയുന്നത് 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണ്. ഇനി രണ്ടാമത് നോക്കൂ, ശബ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഡെസിബൽ ആണ്. ശരിയാണോ? ഡെസിബൽ ആണോ ശബ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ്? ആണ്. രണ്ടാമത്തെ പ്രസ്താവനയും ശരിയാണ്. 3, ഉച്ചത എന്നത് ശബ്ദം ഒരാളിൽ ഉണ്ടാക്കുന്ന കേൾവി അനുഭവത്തിന്റെ അളവാണ്. ഇത് സെയിം ഈ ഒരു ഡെറിവേഷൻ കറക്റ്റ് SCRT ടെക്സ്റ്റ് ബുക്കിനകത്ത് അതുപോലെ തന്നെ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ പ്രസ്താവന ശരിയാണോ? ഉച്ചത എന്നത് ശബ്ദം ഒരാളിൽ ഉണ്ടാക്കുന്ന കേൾവി അനുഭവത്തിന്റെ അളവാണ്. ശരിയാണോ? ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അങ്ങനെയെങ്കിൽ ശബ്ദ മലിനീകരണ സൂചിക അനുസരിച്ച് അപകടകരമല്ലാത്ത ഏറ്റവും ഉയർന്ന ശബ്ദപരിധി 100 ഡെസിബൽ ആണ്. 100 ഡെസിബൽ ആണോ? അല്ല, 50 ഡെസിബൽ ആണ്. അപ്പം ഡി ആണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. ശബ്ദ മലിനീകരണ സൂചിക അനുസരിച്ച്, മറന്നു പോകരുത്, ശബ്ദ മലിനീകരണ സൂചിക അനുസരിച്ച് അപകടകരമല്ലാത്ത ഏറ്റവും ഉയർന്ന ശബ്ദപരിധി ചോദിച്ചു കഴിഞ്ഞാൽ അത് 50 ഡെസിബൽ ആണ്. ഇനി മറ്റൊരു ചോദ്യം വരാം. ഈ ശബ്ദ മലിനീകരണം ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ്? ശബ്ദ മലിനീകരണം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാ? അതും ഡെസിബൽ ആണ്. ക്ലിയർ ആയോ? അപ്പൊ 5 പ്രസ്താവന നമ്മൾ പഠിച്ചു. 1, മനുഷ്യന്റെ ശ്രവണ പരിധി 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണ്. ശബ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് ഡെസിബൽ ആണ്. ശബ്ദ മലിനീകരണം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റും ഏതാണ്? ഡെസിബൽ ആണ്. ഉച്ചത എന്നത് ശബ്ദം ഒരാളിൽ ഉണ്ടാക്കുന്ന കേൾവി അനുഭവത്തിന്റെ അളവാണ്. ഞാനിപ്പോൾ സംസാരിക്കുന്ന ആ ഒരു കേൾവി നിങ്ങൾ എത്രത്തോളം അത് അനുഭവേദ്യമാകുന്നു അതിന്റെ അളവിനെയാണ് ആ ഒരു ലൗഡ്നെസ് അല്ലെങ്കിൽ ഉച്ചത എന്ന് പറയുന്നത്. ശബ്ദ മലിനീകരണ സൂചിക അനുസരിച്ച് അപകടകരമല്ലാത്ത ഏറ്റവും ഉയർന്ന ശബ്ദപരിധി എത്രയാണ്? 50 ഡെസിബൽ ആണ് എന്ന് ഓർത്തിരിക്കുക. അങ്ങനെയെങ്കിൽ ഉച്ചതയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ആ കമ്പനത്തിന്റെ ആയതിയും ഉച്ചതയും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? കമ്പന ആയതി കൂടുമ്പോൾ ഉച്ചതയും എന്ത് ചെയ്യുന്നു? കൂടുന്നു. കമ്പന ആയതി കൂടുമ്പോൾ അതിന്റെ ലൗഡ്നെസ് അല്ലെങ്കിൽ ഉച്ചതയും കൂടുന്നു. കമ്പന ആയതി കുറയുമ്പോൾ അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഉച്ചതയും കുറയുന്നു. അങ്ങനെയെങ്കിൽ ശബ്ദത്തിന്റെ തീവ്രത അല്ലെങ്കിൽ ഉച്ചത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഏതൊക്കെയാണ്? 1, ഓഡിയോമീറ്ററും 2, ഡെസിബൽ മീറ്ററും. ശബ്ദത്തിന്റെ തീവ്രത അല്ലെങ്കിൽ ഉച്ചത അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഓഡിയോമീറ്ററും ഡെസിബൽ മീറ്ററുമാണ്. ക്ലിയർ ആയല്ലോ? അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. സംഗീതത്തിലെ സപ്തസ്വരങ്ങളായ സരിഗമ പദനി എന്നിവയിൽ ആവൃത്തി ഏറ്റവും കൂടിയ സ്വരം ഏത്? ആവൃത്തി ഏറ്റവും കൂടിയതാ ചോദിച്ചേക്കുന്നത്. ഏതാണ് ഏറ്റവും കൂടുതൽ ആവൃത്തി ഉള്ളത്? ഓപ്ഷൻ ഒന്നും വേണ്ട, അറിയാം ഏതാണ്? നീ ആണല്ലേ. സരി ഗമ പദനിസ. പദനിക്കകത്ത് ഏറ്റവും കൂടുതൽ ആവൃത്തി വരുന്നത് ഏതിനാണ്? നീക്കാണ് എന്ന് ഓർത്തിരിക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 1 സെക്കൻഡിൽ ഉണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണമാണ് ആവൃത്തി അല്ലെങ്കിൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. 1 സെക്കൻഡിൽ ഉണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണം. 1 സെക്കൻഡിൽ ഉണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണം. കമ്പനമൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. കമ്പനം, ദോലനം അതുപോലുള്ള സംഭവങ്ങളെല്ലാം നമ്മൾ പ്രീവിയസ് ഇയർ ക്ലാസ്സിൽ ചർച്ച ചെയ്തതാണ്.
ഇവിടെ പറയുന്നത് എന്താണ് ആവൃത്തി അല്ലെങ്കിൽ ഫ്രീക്വൻസി? ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണമാണ് ആവൃത്തി. ആവൃത്തി കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. SCERT ടെക്സ്റ്റ് ബുക്കിനകത്ത് ആവൃത്തി കാണാൻ പറഞ്ഞിട്ടുണ്ട്. ആവൃത്തി കാണാനുള്ള ഇക്വേഷൻ എന്താണ്? കമ്പനങ്ങളുടെ എണ്ണം ഡിവൈഡഡ് ബൈ സമയം. ആവൃത്തി സമം കമ്പനങ്ങളുടെ എണ്ണം ബൈ സമയം. അപ്പം ആവൃത്തി കാണാൻ അറിയാലോ. അങ്ങനെയെങ്കിൽ ശബ്ദത്തിന്റെ ആവൃത്തിയുടെ യൂണിറ്റ് എന്താണ്? ശബ്ദത്തിന്റെ ആവൃത്തിയുടെ യൂണിറ്റ് എന്താ? ഹെഡ്സ് ആണ്. നമ്മൾ പറഞ്ഞു 20 ഹെഡ്സ് മുതൽ 20,000 ഹെഡ്സ് വരെയാണ് മനുഷ്യന്റെ ശ്രവണ പരിധി അല്ലെ? ആദ്യത്തെ ക്വസ്റ്റ്യൻ അത് നമ്മൾ പറഞ്ഞായിരുന്നു. മനുഷ്യന്റെ ശ്രവണ പരിധി 20 ഹെഡ്സ് മുതൽ 20,000 ഹെഡ്സ് വരെയാണ്. അപ്പൊ ആ ഹെഡ്സ് ആണ് എന്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്? ശബ്ദത്തിന്റെ ആവൃത്തിയുടെ യൂണിറ്റ്. അങ്ങനെയെങ്കിൽ ഒരു ഹെഡ്സ് എന്ന് പറയുന്നത്, ഒരു കിലോ ഹെഡ്സ് എന്ന് പറയുന്നത് എത്ര ഹെഡ്സ് ആണ്? 1000 ഹെഡ്സ് ആണ്. ഓർത്തിരിക്കാലോ. ഇത്രയും കാര്യങ്ങൾ ഓർമ്മയിൽ വേണേ. അങ്ങനെയെങ്കിൽ നമ്മൾ അടുത്ത ഒരു പ്രസ്താവന ചോദ്യത്തിലേക്ക് പോവുകയാണ്. താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏത്? താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന. ഓപ്ഷൻ എ, വായുവിൽ നിന്ന് വെള്ളത്തിലേക്ക് ഒരു ശബ്ദ തരംഗം സഞ്ചരിക്കുകയാണെങ്കിൽ ആവൃത്തി മാറ്റമില്ലാതെ തുടരുന്നു. 2, ശബ്ദത്തിന്റെ ആവൃത്തി ശബ്ദ സ്രോതസ്സുകളെ ആശ്രയിച്ചിരിക്കുന്നു. 3, ശബ്ദ വേഗതയ്ക്ക് മാധ്യമം മാറുന്നതനുസരിച്ച് മാറ്റം സംഭവിക്കുന്നു. 4, ശബ്ദത്തിന് സാധാരണ അന്തരീക്ഷ താപനിലയിൽ വായുവിലുള്ള വേഗത 340 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഒന്നായിട്ട് നമുക്ക് നോക്കാം. ആദ്യത്തെ പ്രസ്താവന ഇതാ, വായുവിൽ നിന്ന് വെള്ളത്തിലേക്ക് ഒരു ശബ്ദ തരംഗം സഞ്ചരിക്കുകയാണെങ്കിൽ ആവൃത്തിക്ക് മാറ്റം ഉണ്ടാകുന്നില്ല. ശരിയോ തെറ്റോ? വായുവിൽ നിന്ന് വെള്ളത്തിലേക്കാണ്, ആവൃത്തിക്ക് എന്ത് സംഭവിക്കത്തില്ല? ഒരു മാറ്റവും സംഭവിക്കത്തില്ല. അപ്പം വായുവിൽ നിന്ന് വെള്ളത്തിലേക്ക് ഒരു ശബ്ദ തരംഗം സഞ്ചരിക്കുകയാണ് എങ്കിൽ ആവൃത്തി എന്ത് സംഭവിക്കുന്നു? മാറ്റമില്ലാതെ തുടരുന്നു. അതിന് കാരണം എന്താണ്? ശബ്ദത്തിന്റെ ആവൃത്തി ശബ്ദ സ്രോതസ്സുകളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ശബ്ദത്തിന്റെ ആവൃത്തി എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? ശബ്ദ സ്രോതസ്സുകളെ ആശ്രയിച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ മറ്റൊരു ചോദ്യം വരാം. വായുവിൽ നിന്ന് വെള്ളത്തിലേക്ക് ഒരു ശബ്ദ തരംഗം സഞ്ചരിക്കുകയാണ് എങ്കിൽ അതിന്റെ തരംഗ ദൈർഘ്യത്തിന് വ്യത്യാസം വല്ലതും സംഭവിക്കുമോ? സംഭവിക്കും. തരംഗ ദൈർഘ്യത്തിന് വ്യത്യാസം സംഭവിക്കും. വായുവിൽ നിന്ന് വെള്ളത്തിലേക്ക് ഒരു ശബ്ദ തരംഗം പോകുമ്പം അതിനെന്ത് സംഭവിക്കും? അതിന്റെ വേഗത കൂടുമെന്ന് നമുക്കറിയാം അല്ലെ? വായുവിൽ നിന്ന് വെള്ളത്തിലേക്ക് പോകുമ്പോൾ ആ ശബ്ദത്തിന്റെ അല്ലെങ്കിൽ ശബ്ദ വേഗത എന്ത് ചെയ്യും? വർദ്ധിക്കും. ശബ്ദ വേഗത വർദ്ധിക്കുമ്പോൾ അതിന്റെ തരംഗ ദൈർഘ്യത്തിനും എന്ത് സംഭവിക്കും? തരംഗ ദൈർഘ്യവും വർദ്ധിക്കും, അല്ലെങ്കിൽ തരംഗ ദൈർഘ്യത്തിന് വ്യത്യാസം ഉണ്ടാകും. എന്നാൽ ശബ്ദത്തിന്റെ ആവൃത്തി ശബ്ദ സ്രോതസ്സുകളെ ആശ്രയിച്ചിരിക്കുന്നതിനാൽ വായുവിൽ നിന്ന് വെള്ളത്തിലേക്ക് ഒരു ശബ്ദ തരംഗം സഞ്ചരിക്കുകയാണെങ്കിൽ ആവൃത്തി എന്ത് ഇല്ലാതെ തുടരുന്നു? മാറ്റമില്ലാതെ തുടരുന്നു. അപ്പൊ ഒന്നാമത്തെ പ്രസ്താവനയും ശരിയാ, രണ്ടാമത്തെ പ്രസ്താവനയും ശരിയാണെന്ന് നമ്മൾ ഇതിൽ നിന്ന് പഠിച്ചു അല്ലെ? അങ്ങനെയെങ്കിൽ ശബ്ദ വേഗതയ്ക്ക് മാധ്യമം മാറുന്നതനുസരിച്ച് മാറ്റം വരുമോ? വരും അല്ലെ? ശബ്ദത്തിന്റെ വേഗത ഖരത്തിലും ദ്രാവകത്തിലും വാതകത്തിലും വ്യത്യാസമാണ്. അപ്പം ശബ്ദ വേഗതയ്ക്ക് മാധ്യമം മാറുന്നതനുസരിച്ച് അതിലും മാറ്റം സംഭവിക്കും. നാലാമത് നോക്കിയേ, ശബ്ദത്തിന് സാധാരണ അന്തരീക്ഷ താപനിലയിൽ വായുവിലുള്ള വേഗത 340 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ശരിയാണോ? അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ശബ്ദത്തിന് സാധാരണ അന്തരീക്ഷ താപനിലയില് വായുവിലുള്ള വേഗത എത്രയാണ്? 340 ആണ്. വായുവില് ശബ്ദത്തിന്റെ വേഗത 340 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് ഓർത്തിരിക്കുക. അപ്പം താഴെ പറയുന്നവയിൽ എല്ലാ പ്രസ്താവനകളും ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. ക്ലിയർ ആയി? ഇനി നമ്മുടെ PSC ഇൻഫ്ലുവൻസറിനകത്ത് പോൾ വർക്കൗട്ട് എക്സാംസ് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. എല്ലാവരും അത് അറ്റൻഡ് ചെയ്യുക. അത് നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റ് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് നമ്മൾ പോൾ വർക്കൗട്ട് എക്സാം നടത്തുന്നത്. അതുകൊണ്ട് എല്ലാവരും ക്ലാസ് കാണുക, PDF നോട്ട്സ് വായിക്കുക, ശേഷം പോൾ വർക്കൗട്ട് എക്സാംസ് അറ്റൻഡ് ചെയ്യുക. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് നോക്കാം. ശബ്ദത്തിന്റെ വേഗത ഏറ്റവും കൂടുതലുള്ള മാധ്യമം എപ്പോഴും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനകത്ത്, മിക്കവാറും എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനകത്തും ചോദിക്കുന്ന ചോദ്യമാണ് ശബ്ദത്തിന്റെ വേഗത ഏറ്റവും കൂടുതലുള്ള മാധ്യമം അല്ലെങ്കിൽ ശബ്ദത്തിന്റെ വേഗത ഏറ്റവും കുറവുള്ള മാധ്യമം. അപ്പം നമ്മൾ രണ്ടും അറിഞ്ഞിരിക്കണമല്ലോ. ശബ്ദത്തിന്റെ വേഗത ഏറ്റവും കൂടുതൽ എവിടെയാണ്? ഖരത്തിലാണ്. ശേഷം എവിടെയാണ്? ദ്രാവകത്തിലാണ്. അത് കഴിഞ്ഞിട്ട് വാതകം. അപ്പം ശബ്ദത്തിന്റെ വേഗത ഏറ്റവും കൂടുതൽ ഏത് മാധ്യമത്തിലാണ്?
ഖരത്തിലാണ്, ഖരപദാർത്ഥങ്ങളിലാണ്. ശബ്ദത്തിന്റെ വേഗത ഏറ്റവും കുറഞ്ഞ മാധ്യമം ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? വാതകമാണെന്ന് ഓർത്തിരിക്കുക. വായുവിലൂടെയുള്ള ശബ്ദ വേഗതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ആർദ്രത, സാന്ദ്രത, താപനില, കാറ്റ്. ഈ 4 ഘടകങ്ങളാണ് വായുവിലൂടെയുള്ള ശബ്ദ വേഗതയെ സ്വാധീനിക്കുന്നത്. ആർദ്രത, സാന്ദ്രത, താപനില, കാറ്റ്. മറന്നു പോവല്ലേ. ചൂട് കൂടിയ സമയങ്ങളിൽ വായുവിന്റെ സാന്ദ്രത കുറവായതിനാൽ ശബ്ദത്തിന്റെ വേഗതയ്ക്ക് എന്ത് സംഭവിക്കുന്നു? ശബ്ദ വേഗത കൂടുന്നു. എങ്ങനെയാണ്? ചൂട് കൂടിയ സമയങ്ങളിൽ വായുവിന്റെ സാന്ദ്രത എന്തായിരിക്കും? കുറവായിരിക്കും അല്ലെ? നമുക്കറിയാം ചൂട് കൂടുമ്പോ വായുവിന്റെ സാന്ദ്രത കുറയും, വായുവിന്റെ ഡെൻസിറ്റി കുറയും. ആ സമയങ്ങളിൽ ശബ്ദത്തിന്റെ വേഗതയ്ക്ക് എന്ത് സംഭവിക്കും? ശബ്ദ വേഗത കൂടുകയാണ് ചെയ്യുന്നത്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അങ്ങനെയെങ്കിൽ ഇവിടെ മാധ്യമവും ശബ്ദ വേഗതയും കൊടുത്തിട്ടുണ്ട് അല്ലെ? മീറ്റർ പെർ സെക്കൻഡില് ശബ്ദ വേഗത കൊടുത്തിട്ടുണ്ട്. അത് 25 ഡിഗ്രി സെൽഷ്യസിലാണ് പറഞ്ഞിരിക്കുന്നത്. ഖരം, അതേപോലെ തന്നെ ദ്രാവകം, വാതകം. ഇത് ഇത്ര ഒന്ന് നോക്കിയിരിക്കാം. ഓക്കെ, അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം ഇതാണ്. ശബ്ദ തരംഗത്തിന്റെ പ്രത്യേകത താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ 1 അനുദൈർഘ്യ തരംഗമാണ്. ഓപ്ഷൻ 2 അനുപ്രസ്ഥ തരംഗമാണ്. ഓപ്ഷൻ 3 സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ്. ഓപ്ഷൻ 4 പ്രകാശത്തെക്കാൾ ഡിഫ്രാക്ഷൻ കൂടുതലാണ്. ശബ്ദ തരംഗത്തിന്റെ പ്രത്യേകത താഴെ പറയുന്നവയിൽ ഏതാണ്? ശബ്ദ തരംഗമാണ് ചോദിച്ചിരിക്കുന്നത്. ശബ്ദ തരംഗത്തിന്റെ പ്രത്യേകത ഏതാണ്? താഴെ പറയുന്നവയിൽ ഏതാണ്? 1 കൊടുത്തിരിക്കുന്നത് അനുദൈർഘ്യ തരംഗമാണ്. ശരിയാണോ? ശബ്ദ തരംഗം എന്ന് പറയുന്നത് അനുദൈർഘ്യ തരംഗമാണോ? ആണ്. അപ്പൊ ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ്. ശബ്ദ തരംഗം അനുദൈർഘ്യ തരംഗമാണ്. രണ്ടാമത്തത് ശബ്ദ തരംഗം അനുപ്രസ്ഥ തരംഗമാണെന്നാണ്. ശരിയാണോ? നമുക്കറിയാം അനുദൈർഘ്യ തരംഗമാണ്, അപ്പോൾ എന്തല്ല? അനുപ്രസ്ഥ തരംഗമല്ല. അപ്പൊ രണ്ടാമത്തത് തെറ്റാണ്. 3 നോക്കൂ. സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ്. സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണോ? ആണ്. ശബ്ദത്തിന് സഞ്ചരിക്കണമെങ്കിൽ എന്ത് വേണം? മാധ്യമം വേണം. മാധ്യമത്തിന്റെ അനുസരിച്ചാണ് അതിന്റെ ആവൃത്തിക്ക് അല്ലെങ്കിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? ശബ്ദ തരംഗം അതിന്റെ തീവ്രതയുടെ അടിസ്ഥാനത്തിലാണ്. അതേപോലെ തന്നെ ശബ്ദത്തിന്റെ ആവൃത്തി ശബ്ദ സ്രോതസ്സുകളെ ആശ്രയിച്ചിരിക്കുന്നു. അപ്പൊ സഞ്ചരിക്കാൻ ശബ്ദത്തിന് മാധ്യമം ആവശ്യമാണ്. അടുത്ത 4 നോക്കൂ. പ്രകാശത്തെക്കാൾ ഡിഫ്രാക്ഷൻ കൂടുതലാണ്. ശബ്ദത്തിന് പ്രകാശത്തെക്കാൾ ഡിഫ്രാക്ഷൻ കൂടുതലാണ്. അപ്പൊ 4ാമത്തെ പ്രസ്താവനയും ശരിയാണ്. അപ്പൊ ഇതിനകത്ത് ശബ്ദ തരംഗത്തിന്റെ പ്രത്യേകതകൾ ഏതൊക്കെയാണ്? അനുദൈർഘ്യ തരംഗമാണ്, സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ്, പ്രകാശത്തെക്കാൾ ഡിഫ്രാക്ഷൻ കൂടുതലാണ്. ഓപ്ഷൻ 1, 3, 4 ഓപ്ഷൻ എ 1, 3, 4 ശരിയായിട്ടുള്ള പ്രസ്താവന. അപ്പൊ നമുക്ക് നോക്കണമല്ലോ എന്താണ് ഈ അനുപ്രസ്ഥ തരംഗവും അനുദൈർഘ്യ തരംഗം എന്ന് പറയുന്നത്. അനുപ്രസ്ഥ തരംഗം അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സ് വേവ്സ് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ? ട്രാൻസ്വേഴ്സ് വേവ്സും ലോങ്ജിറ്റ്യൂഡനൽ വേവ്സും. അനുപ്രസ്ഥ തരംഗം എന്താണെന്ന് ചോദിച്ചാൽ മാധ്യമത്തിലെ കണികകൾ തരംഗത്തിന്റെ പ്രേക്ഷണ ദിശയ്ക്ക് ലംബമായി കമ്പനം ചെയ്യുന്ന തരംഗങ്ങളെയാണ് അനുപ്രസ്ഥ തരംഗം എന്ന് പറയുന്നത്. എന്താ പറഞ്ഞേ? മാധ്യമത്തിലെ കണികകൾ അല്ലെ? മാധ്യമത്തിലെ കണികകൾ തരംഗത്തിന്റെ പ്രേക്ഷണ ദിശയ്ക്ക് ലംബമായിട്ട് കമ്പനം ചെയ്യുന്ന രീതിയാണ് അനുപ്രസ്ഥ തരംഗം എന്ന് പറയുന്നത്. ഇതാണ് ട്രാൻസ്വേഴ്സ് വേവ്സ്. മാധ്യമത്തില് ശൃംഗങ്ങൾ അല്ലെങ്കിൽ ക്രസ്റ്റ്, ഇതാണ് ക്രസ്റ്റ്. ക്രസ്റ്റും കാണും, ഒരു ട്രഫ് അല്ലെങ്കിൽ ഗർത്തങ്ങളും കാണും. അതാണ് അനുപ്രസ്ഥ തരംഗം. അനുപ്രസ്ഥ തരംഗം മറന്നു പോവരുത്. മാധ്യമത്തിലെ കണികകൾ തരംഗത്തിന്റെ പ്രേക്ഷണ ദിശയ്ക്ക് ലംബമായി വരികയാണ് എങ്കിൽ അല്ലെങ്കിൽ ലംബമായി കമ്പനം ചെയ്യുന്ന തരംഗങ്ങളെയാണ് അനുപ്രസ്ഥ തരംഗങ്ങൾ എന്ന് പറയുന്നത്. മാധ്യമത്തില് ഈ ഒരു മാധ്യമത്തിൽ എന്തൊക്കെ കാണും? ശൃംഗങ്ങളും കാണും, ഗർത്തങ്ങളും കാണും, ക്രസ്റ്റും ട്രഫും കാണും. അങ്ങനെയുള്ളതിന് ഉദാഹരണമാണ് പ്രകാശം. അങ്ങനെയുള്ളതിന് ഉദാഹരണം ഏതാണ്? പ്രകാശമാണ്. അപ്പൊ പ്രകാശം എന്തിന് ഉദാഹരണമാണ്? അനുപ്രസ്ഥ തരംഗത്തിന് ഉദാഹരണമാണ് പ്രകാശം എന്ന് മറക്കരുത്. അങ്ങനെയെങ്കിൽ രണ്ടാമത്തേതാണ് അനുദൈർഘ്യ തരംഗങ്ങൾ അല്ലെങ്കിൽ ലോങ്ജിറ്റ്യൂഡനൽ വേവ്സ്. എന്താണ് ലോങ്ജിറ്റ്യൂഡനൽ വേവ്സ് എന്ന് പറയുന്നത്? മാധ്യമത്തിലെ കണികകൾ തരംഗത്തിന് പ്രേക്ഷണ ദിശയ്ക്ക് സമാന്തരമായിട്ട്, മറ്റേത് ലംബമായിട്ടായിരുന്നു, ഇതെന്താണ്? സമാന്തരമായിട്ടാണ് എങ്കിൽ
ഇങ്ങനെ വരും അല്ലെ, ഒരു കംപ്രഷൻ വരും, അത് കഴിഞ്ഞിട്ട് അടുത്തത് എന്ത് വരും, റയഫ്രാക്ഷൻ വരും. അങ്ങനെ രണ്ടെണ്ണം വരികയാണ് എങ്കിൽ അതാണ് അനുദൈർഘ്യ തരംഗം അല്ലെങ്കിൽ ലോങ്ജിറ്റ്യൂഡണൽ വേവ്സ്. അപ്പൊ എന്താണ് അനുദൈർഘ്യ തരംഗങ്ങൾ? മാധ്യമത്തിലെ കണികകൾ തരംഗത്തിന് പ്രേക്ഷണ ദിശയ്ക്ക് സമാന്തരമായി വരികയാണെങ്കിൽ അനുദൈർഘ്യം, ലംബമായി വരികയാണെങ്കിൽ അനുപ്രസ്ഥം. ഇവിടെ അനുദൈർഘ്യത്തിന് മാധ്യമത്തിൽ ഉച്ചമർദ്ദ മേഖലകളും നീചമർദ്ദ മേഖലകളും സൃഷ്ടിക്കുന്ന തരംഗങ്ങളാണ്. മറ്റേത് എന്തായിരുന്നു? ശൃംഖങ്ങളായിരുന്നു അല്ലെ, ക്രസ്റ്റും ഗർത്തങ്ങൾ അല്ലെങ്കിൽ ട്രഫുമായിരുന്നു ഉള്ളത്. ഇനി അനുദൈർഘ്യ തരംഗങ്ങൾക്ക് ഉദാഹരണം ചോദിച്ചു കഴിഞ്ഞാൽ അത് ശബ്ദമാണ്. ഇതിൽ ഇമ്പോർട്ടന്റ് കാര്യം, നിങ്ങൾ ശബ്ദവും പ്രകാശവും ഏത് തരത്തിലുള്ള തരംഗങ്ങളാണ് എന്ന് ചോദിച്ചാൽ കൺഫ്യൂസ് ആയി പോവരുത്. ശബ്ദം എപ്പോഴും എന്താണ്? അനുദൈർഘ്യമാണ് അല്ലെ, അനുദൈർഘ്യമാണ്, അനുദൈർഘ്യം. എന്നാൽ പ്രകാശം എപ്പോഴും എന്താണ്? പ്രകാശം എപ്പോഴും അനുപ്രസ്ഥമാണ്, അനുപ്രസ്ഥമാണ്. പ്രേ രണ്ടിനകത്തും എന്തുണ്ട്? പ്രേ ഉണ്ട്, പ്രേ. അങ്ങനെ ഓർത്താ മതി. പ്രകാശം, അനുപ്രസ്ഥം, രണ്ടിനകത്തും പ്രേ ഉണ്ടല്ലോ. മറ്റേതെന്താണ്? ശബ്ദം, അനുദൈർഘ്യം. ഓർക്കാൻ എളുപ്പമല്ലേ? ഇത് രണ്ടും കൺഫ്യൂസിങ് ഫാക്ട്സ് ആണ്, മറന്നു പോവരുത്, ഇമ്പോർട്ടന്റ് ആണ്. ശബ്ദം എപ്പോഴും എന്താണ്? അനുദൈർഘ്യമാണ്. പ്രകാശം എപ്പോഴും എന്താണ്? പ്രേ ആണ്, മീൻസ് അനുപ്രസ്ഥമാണ്, അനുപ്രസ്ഥ തരംഗമാണ്. ഓർത്തിരിക്കാലോ. അങ്ങനെയെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ മറ്റൊരു ചോദ്യം വരാം. ഭൂകമ്പവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സീസ്മിക് തരംഗങ്ങൾ അല്ലെ, ഭൂകമ്പവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സീസ്മിക് തരംഗങ്ങൾ എന്ത് തരംഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണ്? അനുദൈർഘ്യ തരംഗങ്ങളാണ് കേട്ടോ. അനുദൈർഘ്യ തരംഗങ്ങൾ എന്താണ്? ഒരു കംപ്രഷനും വരും, ഒരു റയർഫ്രാക്ഷനും വരും. അപ്പം സീസ്മിക് തരംഗങ്ങൾ ഏത് തരംഗവുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? അനുദൈർഘ്യവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ലോങ്ജിറ്റ്യൂഡണലുമായിട്ടാണ്. ഭൂകമ്പവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സീസ്മിക് തരംഗങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? അനുദൈർഘ്യ തരംഗങ്ങളാണ്, അനുദൈർഘ്യ തരംഗങ്ങൾ. സീസ്മിക് തരംഗങ്ങൾ അനുദൈർഘ്യ തരംഗങ്ങളാണെന്ന് ഓർത്തിരുന്നോണം. ഓക്കെ ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്തൊരു പ്രസ്താവന ചോദ്യമാണ്. 20 ഹെർട്സിൽ താഴെ ആവൃത്തിയുള്ള ശബ്ദങ്ങളെ ഇൻഫ്രാസോണിക് എന്നും 20,000 ഹെർട്സിൽ കൂടുതൽ ആവൃത്തിയുള്ള ശബ്ദങ്ങളെ അൾട്രാസോണിക് എന്നും പറയുന്നു. അപ്പൊ ഇൻഫ്രാസോണിക്കും അൾട്രാസോണിക്കും നിങ്ങൾ പഠിച്ചു. ഈ ഒരു ക്വസ്റ്റ്യനകത്ത് തന്നെ ഉണ്ട് 20 ഹെർട്സിൽ താഴെ ആവൃത്തിയുള്ള ശബ്ദങ്ങൾ, 20 ഹെർട്സിൽ താഴെ ഫ്രീക്വൻസി ഉള്ള ശബ്ദങ്ങൾ എന്താണ്? ഇൻഫ്രയാണ്. 20,000 ഹെർട്സിൽ കൂടുതലുള്ളതോ? കൂടുതലാണെങ്കിൽ അതെന്താണ്? അൾട്രയാണല്ലേ. കൂടുതലാവുമ്പോ അത് അൾട്രയാ, കുറവാകുമ്പോ അത് ഇൻഫ്രയാണ്. അങ്ങനെ ഓർത്താ മതി, ഓർക്കാലോ. അപ്പൊ ഇൻഫ്രാസോണിക്കും അൾട്രാസോണിക്കും എന്താണെന്ന് നിങ്ങൾ പഠിച്ചു. ഇനി ഇതിൽ ചോദ്യം അതല്ല, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കാനാ. ഒന്നാമത് നോക്കൂ, ഒന്നാമത് പറഞ്ഞേക്കുന്നേ ഭൂകമ്പങ്ങൾ ഉണ്ടാകുമ്പോൾ ഇൻഫ്രാസോണിക് തരംഗങ്ങൾ ഉണ്ടാകുന്നു. 2, വവ്വാലുകൾക്ക് അൾട്രാസോണിക് തരംഗങ്ങൾ ഉണ്ടാക്കാനും കേൾക്കാനും സാധിക്കും. 3, സോണാറിൽ ഇൻഫ്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിക്കുന്നു. ഇതിൽ ശരിയായ പ്രസ്താവന ഏത്? ഒന്ന് നോക്കൂ, ഭൂകമ്പങ്ങൾ ഉണ്ടാകുമ്പോൾ ഇൻഫ്രാസോണിക് തരംഗങ്ങൾ ഉണ്ടാകുന്നു. ശരിയോ തെറ്റോ? നമ്മൾ പറഞ്ഞു ഭൂകമ്പങ്ങൾ ഉണ്ടാകുമ്പോഴുള്ള സീസ്മിക് തരംഗങ്ങൾ എന്താണ്? അനുദൈർഘ്യ തരംഗങ്ങളാണെന്ന് പറഞ്ഞു. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഭൂകമ്പങ്ങൾ ഉണ്ടാകുമ്പോൾ ഇൻഫ്രാസോണിക് തരംഗങ്ങൾ ഉണ്ടാകുന്നു. ശരിയാണോ? ശരിയാണ്. ഭൂകമ്പങ്ങൾ ഉണ്ടാകുമ്പോൾ എന്തുണ്ടാകുന്നു? ഇൻഫ്രാസോണിക് തരംഗങ്ങൾ ഉണ്ടാകുന്നു. 2, വവ്വാലുകൾക്ക് അൾട്രാസോണിക് തരംഗങ്ങൾ ഉണ്ടാക്കാനും കേൾക്കാനും സാധിക്കും. അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് അല്ലെ. വവ്വാലുകൾക്ക് അൾട്രാസോണിക് തരംഗങ്ങൾ ഉണ്ടാക്കാനും കേൾക്കാനും സാധിക്കും. അടുത്ത നോക്കിയേ, സോണാറിൽ ഇൻഫ്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിക്കുന്നു. അത് ശരിയാണോ? അത് തെറ്റായിട്ടുള്ള പ്രസ്താവന അല്ലേ. സോണാറിൽ എന്താണ്? അൾട്രാസോണിക് സൗണ്ട് ആണ്, അല്ലെങ്കിൽ അൾട്രാസോണിക് തരംഗങ്ങളാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ എന്താണ് ഇൻഫ്രാസോണിക് എന്ന് പറഞ്ഞു? 20 ഹെർട്സ് താഴെ ആവൃത്തിയുള്ള ശബ്ദ തരംഗങ്ങൾ അല്ലെങ്കിൽ ശബ്ദങ്ങളെയാണ് ഇൻഫ്രാസോണിക് എന്ന് പറയുന്നത്. 20,000 ഹെർട്സിൽ കൂടുതലുള്ള ശബ്ദ തരംഗങ്ങളെ അല്ലെങ്കിൽ ആവൃത്തിയുള്ള ശബ്ദങ്ങളെ എന്ത് പറയുന്നു? അൾട്രാസോണിക് എന്ന് പറയുന്നു. ഇനി അതിനകത്ത് തന്നെ പഠിച്ചു, ഭൂകമ്പങ്ങൾ ഉണ്ടാകുമ്പോൾ ഇൻഫ്രാസോണിക് തരംഗങ്ങളാണ് ഉണ്ടാകുന്നത്.
വവ്വാലുകൾ അൾട്രാസോണിക് തരംഗങ്ങൾ ഉണ്ടാക്കാനും കേൾക്കാനും സാധിക്കും. സോണാറിൽ അൾട്രാസോണിക് തരംഗങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് അപ്പൊ ഓപ്ഷൻസിനകത്ത് 1ഉം 2ഉം മാത്രമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന അല്ലെ. 1ഉം 2ഉം ഓപ്ഷൻ ബി 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. ഇനി നോക്കിയേ, 20 ഹെർട്സിൽ കുറവ് ആവൃത്തിയുള്ള ശബ്ദ തരംഗം ഇൻഫ്രാസോണിക് നമ്മൾ പഠിച്ചു. 20 കിലോ ഹെർട്സിന് മുകളിൽ ആവൃത്തിയുള്ള അല്ലെങ്കിൽ 20,000 ഹെർട്സിന് മുകളിൽ ആവൃത്തിയുള്ള ശബ്ദ തരംഗം അൾട്രാസോണിക് തരംഗങ്ങളാണ്. ഇനി അടുത്തത്, ആന, തിമിംഗലം, ജിറാഫ് എന്നിവ പുറപ്പെടുവിക്കുന്ന ശബ്ദ തരംഗങ്ങൾ ഏതാണ്? ഇൻഫ്രാസോണിക് ആണ്. ആന, തിമിംഗലം, ജിറാഫ് എന്നിവ പുറപ്പെടുവിക്കുന്ന ശബ്ദം ഏതാണെന്ന് ചോദിച്ചാൽ ഇൻഫ്രാസോണിക് ആണ്. പക്ഷെ നമ്മൾ അവിടെ പഠിച്ചു എന്ത്? വവ്വാലുകൾക്ക് കേൾക്കാനും സൗണ്ട് ഉണ്ടാക്കാനും സാധിക്കുന്ന തരംഗങ്ങൾ അല്ലെങ്കിൽ അവർക്ക് കേൾക്കാനും അതേപോലെ തന്നെ ഉണ്ടാക്കാനും സാധിക്കുന്ന തരംഗങ്ങളാണ് അൾട്രാസോണിക് തരംഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇത് രണ്ടും കൂടെ തിരിഞ്ഞു പോകരുത്. ഇവിടെ ആന, തിമിംഗലം, ജിറാഫ് എന്നിവ പുറപ്പെടുവിക്കുന്ന ശബ്ദമാണ് ഇൻഫ്രാസോണിക് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇത് രണ്ടും തിരിഞ്ഞു പോവരുതേ. അങ്ങനെയെങ്കിൽ അടുത്തതാണ് ഭൂകമ്പം, അഗ്നിപർവ്വത സ്ഫോടനം എന്നിവ ഉണ്ടാകുമ്പോൾ പുറപ്പെടുവിക്കുന്ന ശബ്ദ തരംഗം ഇൻഫ്രാസോണിക്. നമ്മൾ അവിടെ പഠിച്ചായിരുന്നു അല്ലെ? ഭൂകമ്പം, അഗ്നിപർവ്വത സ്ഫോടനം എന്നിവ ഉണ്ടാകുമ്പോൾ പുറപ്പെടുവിക്കുന്ന ശബ്ദ തരംഗമാണ് ഇൻഫ്രാസോണിക്. ഇരയുടെ സാന്നിധ്യം അറിയുന്നതിനും തടസ്സങ്ങൾ ഒഴിവാക്കി സഞ്ചരിക്കുന്നതിനും വവ്വാൽ, ഡോൾഫിൻ മുതലായവ ജീവികൾ പ്രയോജനപ്പെടുത്തുന്ന ശബ്ദ തരംഗം ഏതാണ്? അത് അൾട്രാസോണിക് ആണ്. അപ്പൊ ഇൻഫ്രാസോണിക് നമ്മൾ എന്തൊക്കെയാ പറഞ്ഞേ? 1, 20 ഹെർട്സിന് താഴെ ആവൃത്തിയുള്ള ശബ്ദ തരംഗങ്ങളാണ് ഇൻഫ്രാസോണിക് ശബ്ദ തരംഗങ്ങൾ. ആന, തിമിംഗലം, ജിറാഫ് എന്നിവ പുറപ്പെടുവിക്കുന്ന ശബ്ദ തരംഗം. ഭൂകമ്പം, അഗ്നിപർവ്വത സ്ഫോടനം എന്നിവ ഉണ്ടാകുമ്പോൾ പുറപ്പെടുവിക്കുന്ന ശബ്ദ തരംഗം. ഇതെല്ലാം ഇൻഫ്രാസോണിക്. ഇനി അൾട്രാസോണിക് പറഞ്ഞു 20 കിലോ ഹെർട്സ് അല്ലെങ്കിൽ 20,000 ഹെർട്സ് മുകളിൽ ആവൃത്തിയുള്ള ശബ്ദ തരംഗങ്ങളാണ് അൾട്രാസോണിക് തരംഗങ്ങൾ. ഇരയുടെ സാന്നിധ്യം അറിയാനും തടസ്സങ്ങൾ ഒഴിവാക്കി ഇരയെ പിടിക്കാനും വവ്വാല്, ഡോൾഫിൻ മുതലായവ ജീവികൾ പ്രയോജനപ്പെടുത്തുന്ന ശബ്ദ തരംഗമാണ് അൾട്രാസോണിക് ശബ്ദ തരംഗം. അങ്ങനെയെങ്കിൽ അൾട്രാസോണിക് തരംഗങ്ങൾ പ്രയോജനപ്പെടുത്തുന്ന മറ്റ് സന്ദർഭങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, 1, ഫോട്ടോഗ്രാഫിയിലുള്ള ഫിലിം നിർമ്മിക്കാനും ആന്തരിക അവയവങ്ങളുടെ സ്കാനിങ് നടത്താനും നമ്മൾ അൾട്രാസോണിക് ആണ് യൂസ് ചെയ്യുന്നത് അല്ലെ. നമ്മൾ പറയും അൾട്രാസോണിക് ആണ് ഇതിനെല്ലാം യൂസ് ചെയ്യുന്നത്. 2, മൂത്രാശയക്കല്ല് പൊടിച്ച് നീക്കം ചെയ്യുന്നതിന് ഏതാണ്? അൾട്രാസോണിക് ആണ് യൂസ് ചെയ്യുന്നത്. രോഗനിർണയത്തിനും ചികിത്സയ്ക്കും യൂസ് ചെയ്യുന്നത് ഏതാണ്? അൾട്രാസൗണ്ട് സ്കാനിങ് ആണ് എന്ന് ഓർത്തിരിക്കുക. അപ്പൊ ഈ 3 എണ്ണവും ഇതിന്റെ കൂടെ തന്നെ പഠിച്ചിരിക്കുക. ഓക്കെ ആണല്ലോ. അങ്ങനെയെങ്കിൽ സോണാർ നമ്മൾ പറഞ്ഞു, സോണാറിനകത്ത് എന്താണ്? അൾട്രാസോണിക് തരംഗങ്ങളാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ എന്താ ഈ സോണാർ എന്ന് അറിയണമല്ലോ. എന്താ സോണാർ? സോണാറിന്റെ പൂർണ്ണ രൂപം എന്താണെന്ന് ചോദിച്ചാൽ സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ് ആണ്. സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ് ആണ് സോണാറിന്റെ പൂർണ്ണ രൂപം. സമുദ്രത്തിന്റെ ആഴം, മത്സ്യക്കൂട്ടങ്ങളുടെ സ്ഥാനം എന്നിവ നിർണ്ണയിക്കാനും കടലിലെ അടിത്തട്ടിന്റെ ചിത്രങ്ങൾ ലഭ്യമാക്കുന്നതിനും വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് സോണാർ. സോണാർ അപ്പൊ എന്താ? സമുദ്രത്തിന്റെ ആഴം, മത്സ്യക്കൂട്ടങ്ങളുടെ അല്ലെങ്കിൽ അവയുടെ സ്ഥാനം എന്നിവ നിർണ്ണയിക്കാൻ അതേപോലെ തന്നെ കടലിലെ അടിത്തട്ടിന്റെ ചിത്രങ്ങൾ ലഭിക്കുന്നതിന് എല്ലാം പ്രയോജനപ്പെടുത്തുന്നത് സോണാർ എന്ന ഉപകരണമാണ്. സോണാർ സംവിധാനം ഉപയോഗിക്കുന്ന ഗതാഗത രംഗം ഏതാണെന്ന് ചോദിച്ചാൽ ഇപ്പൊ ഇത് നമ്മൾ പറഞ്ഞു, അതിന്റെ കൂട്ടത്തിൽ നമുക്കറിയാം ഏതായിരിക്കും? കപ്പൽ ഗതാഗതമാണ്. സോണാർ സംവിധാനം ഉപയോഗിക്കുന്ന ഗതാഗത രംഗം ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? കപ്പൽ സംവിധാനമാണ്. സോണാറിൽ ഉപയോഗിക്കുന്ന ശബ്ദ തരംഗം നമ്മൾ പഠിച്ചു, അൾട്രാസോണിക് തരംഗമാണ്. സോണാറിൽ പ്രയോജനപ്പെടുത്തിയിരിക്കുന്ന ശബ്ദ സവിശേഷത ഏതാണെന്ന് ചോദിച്ചാൽ അത് എക്കോ ലൊക്കേഷൻ ആണ്. എക്കോ ലൊക്കേഷൻ, എക്കോ എന്നോർത്താ മതി. അപ്പൊ സോണാറിൽ പ്രയോജനപ്പെടുത്തിയിരിക്കുന്ന ശബ്ദ സവിശേഷത ഏതാണെന്ന് ചോദിച്ചാൽ അത് എക്കോ ലൊക്കേഷൻ ആണ് എന്ന് ഓർത്തിരിക്കാം. ക്ലിയർ ആയല്ലോ. അങ്ങനെയെങ്കിൽ ശബ്ദത്തിന്റെ വേഗതയേക്കാൾ കുറഞ്ഞ വേഗതയെ സൂചിപ്പിക്കുന്നതാണ് സബ്സോണിക്. 3 ടേംസേ പറയുന്നുള്ളൂ. 1 സബ്സോണിക്, 2 സൂപ്പർസോണിക്, 3 ഹൈപ്പർസോണിക്. എന്താണ് സബ്സോണിക്? ശബ്ദത്തിന്റെ വേഗതയേക്കാൾ കുറഞ്ഞ വേഗതയെ സൂചിപ്പിക്കുന്നത്. അടുത്തത് സൂപ്പർസോണിക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ശബ്ദത്തിന്റെ വേഗതയേക്കാൾ കൂടിയ വേഗതയെ സൂചിപ്പിക്കുന്നതാണ് സൂപ്പർസോണിക്. അപ്പൊ എന്താണ് ഹൈപ്പർസോണിക് എന്ന് പറയുന്നത്? ശബ്ദത്തിന്റെ വേഗതയേക്കാൾ 5 ഇരട്ടി കൂടിയ വേഗത സൂചിപ്പിക്കുന്നതാണ്
ഹൈപ്പർസോണിക്. അപ്പൊ 3 പഠിച്ചല്ലോ. സബ്സോണിക് ശബ്ദത്തിന്റെ വേഗതയേക്കാൾ കുറഞ്ഞത്, സൂപ്പർസോണിക് കൂടുതൽ, ശബ്ദത്തിന്റെ വേഗതയേക്കാൾ 5 ഇരട്ടി കൂടുതൽ സൂചിപ്പിക്കുന്നതാണ് ഹൈപ്പർസോണിക്. അപ്പം സോണിക്, സൂപ്പർസോണിക്, ഹൈപ്പർസോണിക്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. ഇനി ഇതിനകത്ത് നമ്മൾ പറയുന്നത് SCERT ഫാക്ട്സ് ആണ്. നിങ്ങൾക്ക് അറിയാം ഇത് നമ്മുടെ റിവിഷൻ ക്ലാസ് ആണ്. എല്ലാം നമുക്ക് പഠിപ്പിച്ചു പോകാനുള്ള ടൈമില്ല. നമ്മൾ അങ്ങനെ ഒരു ക്ലാസ് നമ്മൾ ഉടനെ തന്നെ ഉണ്ടാവും. ഓരോന്നും നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഡിസ്കസ് ചെയ്യുന്ന ഒരു ടൈം ഉണ്ടാവും. പക്ഷെ ഇന്ന് നമ്മുടെ മുന്നിൽ ഒരു 20 ദിവസം ഇല്ല, 20 ദിവസത്തിൽ കുറവേ ഉള്ളൂ. അപ്പം ആ ദിവസം കൊണ്ട് മാക്സിമം കണ്ടന്റ് നിങ്ങളിലേക്ക് കൊടുക്കാനാണ്, അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങളിലേക്ക് തരാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. അപ്പം ഇതിനകത്ത് കുറച്ച് SCERT ഫാക്ട്സ് കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ വായിച്ചു നോക്കിയോളാം കേട്ടോ. അപ്പം ആദ്യം നമ്മൾ ശബ്ദ സ്രോതസ്സുകൾ എന്താണെന്നാണ് പറയുന്നത്. വസ്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദം ഉണ്ടാകുന്നത്. ശബ്ദം പുറപ്പെടുവിക്കുന്ന വസ്തുക്കളാണ് എന്ത്? ശബ്ദ സ്രോതസ്സുകൾ. അങ്ങനെയെങ്കിൽ ശബ്ദ സ്രോതസ്സുകൾ കമ്പനം ചെയ്ത് ശബ്ദം പുറപ്പെടുവിക്കുന്ന പ്രധാന ഭാഗം ഏതാണ്? അതേപോലെ തന്നെ അനുബന്ധമായി കമ്പനം ചെയ്യുന്ന ഭാഗങ്ങൾ, ഇതെല്ലാം നമ്മൾ പറയുന്നുണ്ട്, ഒരു ബോക്സിൽ അവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലാണ് സ്വാഭാവിക ആവൃത്തി അല്ലെങ്കിൽ നാച്ചുറൽ ഫ്രീക്വൻസി. ഇവിടുന്ന് കണ്ടല്ലോ, ആവൃത്തി കണക്കാക്കാനുള്ള നമ്മൾ പഠിപ്പിച്ച കാര്യങ്ങൾ തന്നെയാണ്. ആവൃത്തി എന്താണ്? ദോലനങ്ങളുടെ എണ്ണം ഡിവൈഡഡ് ബൈ സമയം. അടുത്തതാണ് എന്താണ് ആവൃത്തി എന്ന് പറയുന്നത്? സ്വാഭാവിക ആവൃത്തി എന്ന് പറയുന്നത് ഒരു വസ്തുവിനെ സ്വതന്ത്രമായി കമ്പനം ചെയ്യിച്ചാൽ അത് അതിൻ്റെതായ ഒരു പ്രത്യേക ആവൃത്തിയിലായിരിക്കും കമ്പനം ചെയ്യുന്നത്. അതിനെയാണ് സ്വാഭാവിക ആവൃത്തി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അടുത്തത് നോക്കൂ, കൊതുകിന്റെ പാട്ടെന്നും പറഞ്ഞുകൊണ്ട് കൊതുകിനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള, അല്ലെങ്കിൽ കൊതുകും തേനീച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവരുടെ ചിറകുകളുടെ ഏകദേശം ഹെർട്സും ഒക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്ന് വായിച്ചു നോക്കിക്കോണേ. ഇവിടെ സൈലന്റ് വാലി അല്ലെങ്കിൽ നിശബ്ദ താഴ്വരയ്ക്ക് ആ പേര് വന്നത് എങ്ങനെയാണ് സീവീഡുകളുടെ അഭാവം മൂലമാണ് അല്ലെ? അതൊക്കെയാണ് അവിടെ പറയുന്നത്. അടുത്തതാണ് സ്ഥായിയും ഉച്ചതയും, സൗണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ പിച്ച് ആൻഡ് ലൗഡ്നെസ്. പിച്ചും ലൗഡ്നെസ്സും, സ്ഥായിയും ഉച്ചതയും. കേൾക്കുന്ന ശബ്ദത്തിന്റെ കൂർമ്മതയെ സ്ഥായി എന്ന് പറയുന്നു, അല്ലെങ്കിൽ പിച്ച് എന്ന് പറയുന്നത് എന്താണ്? കേൾക്കുന്ന ശബ്ദത്തിന്റെ കൂർമ്മത, ഇത്ര പിച്ചിൽ പാടണം, അങ്ങനെയൊക്കെയല്ലേ പറയുന്നത്. അപ്പം കേൾക്കുന്ന ശബ്ദത്തിന്റെ കൂർമ്മതയാണ് അതിന്റെ പിച്ച് അല്ലെങ്കിൽ കൂർമ്മതയാണ് സ്ഥായി എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ ആവൃത്തി എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? ഇത് ശബ്ദത്തിന്റെ ആവൃത്തിയെ ആശ്രയിച്ചിരിക്കുന്നു. അപ്പൊ പിച്ച് എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? ശബ്ദത്തിന്റെ ഫ്രീക്വൻസി ആശ്രയിച്ചാണ് പിച്ച് ഇരിക്കുന്നത്. അടുത്തത് പുരുഷ ശബ്ദവും സ്ത്രീ ശബ്ദവും, അതിന്റെ രണ്ടിന്റെയും കൂടിയുള്ള വ്യത്യാസമാണ്. സംഗീതവും ഒച്ചയും, ഇതൊക്കെ നമ്മൾ പറഞ്ഞാണല്ലേ. ഏറ്റവും കൂടുതൽ തരംഗദൈർഘ്യമുള്ളത് ഏത് സ്വരത്തിനാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി ഉച്ചത എന്താണ്? ശബ്ദം ഒരാളിൽ ഉണ്ടാക്കുന്ന കേൾവി അനുഭവത്തിന്റെ അളവാണ്. ഈ സെയിം ആ ഒരു പോയിന്റ് ആണ് നിങ്ങൾക്ക് പ്രസ്താവനയായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. കണ്ടോ? ഇത് പ്രധാനമായും കമ്പന ആയതിയും ചെവിയുടെ ഗ്രാഹ്യതയും ആശ്രയിച്ചിരിക്കുന്നു. ഇതിന്റെ യൂണിറ്റ് എന്താ? ഡെസിബൽ ആണ്. ഇത് ഡെസിബൽ മീറ്റർ എന്ന ഉപകരണം കൊണ്ട് അളക്കാം. നമ്മൾ പറഞ്ഞു ഓഡിയോ മീറ്ററും ഡെസിബൽ മീറ്ററും, അത് നമ്മൾ പഠിച്ച കാര്യമാണ്. അടുത്തതാണ് അലക്സാണ്ടർ ഗ്രഹാം ബെൽ. അലക്സാണ്ടർ ഗ്രഹാം ബെല്ലിനെ പറ്റി അറിയാമല്ലോ. അപ്പം അതും ഇതിനെ പറ്റി ഒന്ന് വായിച്ചിരിക്കുക. ഇതിന്റെ ഈ ഒരു നോട്ട് നമ്മൾ PDF-നകത്ത് PSC ഇൻഫ്ലുവൻസറിന്റെ ടെലഗ്രാം കൂട്ടായ്മയിൽ നമ്മൾ കൊടുക്കുന്നതാണ്. എല്ലാവരും വായിച്ചിരിക്കുക കേട്ടോ. ശബ്ദത്തിന് സഞ്ചരിക്കാൻ ഒരു മാധ്യമം ആവശ്യമാണ്. അടുത്ത ചെവിയും ശബ്ദവും. അതിനകത്ത് ഇതിനെപ്പറ്റി നമ്മൾ മനുഷ്യ ശരീരത്തിന്റെ പൊതു അറിവ് അല്ലെങ്കിൽ പൊതുവിജ്ഞാനം എന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് ബയോളജി, നാച്ചുറൽ സയൻസിനകത്തൊരു പോർഷൻ ഉണ്ട്. ആ പോർഷൻ പറയുമ്പോൾ നമുക്ക് ഇതിനകത്ത് സ്റ്റേപ്പീസ്, ഇൻക്വസ്, അതിനെപ്പറ്റി എല്ലാം നമ്മൾ പറയും. ഓക്കെ, അപ്പൊ ഇതൊന്ന് ഓർത്തിരിക്കാം. അടുത്ത ശ്രവണ സഹായി അല്ലെങ്കിൽ ലേണിംഗ് എയ്ഡ്, ആംപ്ലിഫയർ, ലൗഡ് സ്പീക്കർ, മൈക്രോഫോൺ, അതൊക്കെ എന്തിന് ഉപയോഗിക്കുന്നു എന്നൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ ഒരാളെ സംബന്ധിച്ചിടത്തോളം കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിന്റെ കുറഞ്ഞ പരിധി ഏകദേശം 20 ഹെർട്സും കൂടിയ പരിധി ഏകദേശം 20,000 ഹെർട്സുമാണ്. ഈ പരിധി വ്യക്തികൾക്കനുസരിച്ച് വ്യത്യാസപ്പെടുത്തിയിരിക്കുന്നു. അതാണ് ഇൻഫ്രാസോണിക് സൗണ്ട്. മനുഷ്യന്റെ ശ്രവണ സാന്നിധ്യം കണ്ടോ? അതേപോലെ അൾട്രാസോണിക്, ഭൂകമ്പ തരംഗങ്ങൾ എവിടാണ് വരുന്നത്? ഇൻഫ്രാസോണിക്കിനകത്ത് വരുന്നത്. എലികൾ, പ്രാവുകൾ, നിശാശലഭങ്ങൾ, ആന, വവ്വാലൊക്കെ കണ്ടല്ലോ അൾട്രാസോണിക്കിനകത്ത് വരുന്നത്. അപ്പം ഇതൊന്ന് ഓർത്തിരിക്കാം. നമ്മളിവിടെ വവ്വാലുകളുടെ കാര്യമൊക്കെ പറഞ്ഞാണ്. ഗാൾട്ടൺ വിസിലിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദം ഏകദേശം 30,000 ഹെർട്സ് ആണ്. ഈ ശബ്ദം മനുഷ്യൻ കേൾക്കാതിരിക്കുകയും നായ്ക്കൾ കേൾക്കുകയും ചെയ്യുന്നതിന് കാരണം
എന്താണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ വവ്വാലുകൾക്ക് അൾട്രാസോണിക് തരംഗങ്ങൾ ഉണ്ടാക്കാനും കേൾക്കാനും സാധിക്കും. എന്തിനാണ്? ഇരയെ പിടിക്കാനൊക്കെയാണ് നമ്മൾ പറഞ്ഞു അല്ലെ, ഇരയെ മനസ്സിലാക്കാനൊക്കെയാണ്. അതേപോലെ തന്നെ ഭൂകമ്പങ്ങൾ ഉണ്ടാകുമ്പോൾ ഇൻഫ്രാസോണിക് ശബ്ദങ്ങളാണ്, തരംഗങ്ങളാണ് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു. അൾട്രാസോണിക് തരംഗങ്ങൾ കൊണ്ടുള്ള ഉപയോഗങ്ങൾ, കടലിന്റെ ആഴം അളക്കുന്നതിന് ഉപയോഗിക്കുന്നത് സോണാർ, സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ്, സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ് നമ്മൾ മുമ്പ് പറഞ്ഞായിരുന്നു. ഈ ഉപകരണത്തിൽ എന്താണ് ഉപയോഗിക്കുന്നത്? അൾട്രാസോണിക് തരംഗങ്ങളാണ് ഉപയോഗിക്കുന്നത്. വൈദ്യശാസ്ത്രത്തിന്റെ രോഗനിർണയത്തിനും ചികിത്സയ്ക്കും എന്താണ് ഉപയോഗിക്കുന്നത്? അൾട്രാസോണിക് തരംഗങ്ങളാണ്. അതേപോലെ തന്നെ ഫിലിം ക്യാമറയുടെ കാര്യം നമ്മൾ അവിടെ പറഞ്ഞു, അതൊക്കെ ഒന്ന് ഓർത്തിരിക്കാം. മൂത്രാശയക്കല്ല് പൊടിച്ചു നീക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് അൾട്രാസോണിക് സൗണ്ട് ആണെന്ന് പറഞ്ഞു. അപ്പം അതെല്ലാം ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആണ്, നോക്കി വെക്കാം. ഇനി ശബ്ദ മലിനീകരണം കുറയ്ക്കാമെന്നും പറഞ്ഞുകൊണ്ട് കുറച്ച് പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് കണ്ടോ, ആശുപത്രികൾ, വിദ്യാലയങ്ങൾ തുടങ്ങിയവയുടെ പരിസരത്ത് 50 ഡെസിബലിന് മുകളിൽ ശബ്ദം ഉണ്ടാക്കരുത്. നമ്മൾ പറഞ്ഞു ശബ്ദ മലിനീകരണം എത്ര ഡെസിബൽ വരെയാണ്? 50 ഡെസിബൽ വരെയാണ്. 50 ഡെസിബലിൽ അത് കൂടാൻ പാടില്ല. ശബ്ദ മലിനീകരണത്തിന്റെ യൂണിറ്റ് എന്തായിരുന്നു? ഡെസിബൽ ആയിരുന്നു. അതെല്ലാം നമ്മൾ ആദ്യത്തെ പ്രസ്താവനയിൽ തന്നെ പറഞ്ഞ കാര്യമാണ്. അതേപോലെ തന്നെ രാവിലെ 6 മണിക്ക് മുമ്പും രാത്രി 10 മണിക്ക് ശേഷവും പൊതുസ്ഥലങ്ങളിൽ ലൗഡ് സ്പീക്കറുകൾ ഉപയോഗിക്കരുത്. ശബ്ദ മലിനീകരണത്തിൽ നിന്ന് രക്ഷ നേടാൻ ധാരാളം മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക. മരങ്ങൾക്ക് ശബ്ദോർജ്ജത്തെ ആഗിരണം ചെയ്ത് ശബ്ദം കുറയ്ക്കാൻ സാധിക്കും. അതേപോലെ തന്നെ വാഹനങ്ങളുടെ സൈലൻസറുകൾ ശരിയായ വിധം പ്രവർത്തിക്കണം. അതേപോലെ ഹോൺ ടൈപ്പ് ലൗഡ് സ്പീക്കറുകൾക്ക് പകരം ബോക്സ് ടൈപ്പ് ലൗഡ് സ്പീക്കറുകൾ ഉപയോഗിക്കാം. വാഹനങ്ങളിൽ എയർ ഹോണുകൾ ഉപയോഗിക്കുന്നത് നിയമം മൂലം നിരോധിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇതിനകത്ത് ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, നമ്മൾ പ്രസ്താവനയായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് അതേപടിയാണ് SCRT ടെക്സ്റ്റ് ബുക്കിനകത്ത് കൊടുത്തിരിക്കുന്നത്. SCRT ടെക്സ്റ്റ് ബുക്ക് ആ സെയിം സംഭവം തന്നെയാണ് നമുക്ക് ക്വസ്റ്റ്യൻസിനകത്ത് ഇൻവോൾവ് ചെയ്തിട്ടുള്ളത്. ഓക്കെ ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ. അപ്പൊ ഈ PDF നോട്ട്സ് നിങ്ങളുടെ ടെലഗ്രാം കൂട്ടായ്മയിൽ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ കൃത്യമായിട്ട് അത് വായിക്കാം. ഓക്കെ, കൃത്യമായിട്ട് വായിക്കാം. അപ്പം ആദ്യം നിങ്ങൾ ഈ വീഡിയോ ക്ലാസ് കാണുക. വീഡിയോ ക്ലാസ് കണ്ട ശേഷം PDF നോട്ട്സ് വായിക്കുക. PDF നോട്ട്സ് വായിച്ച ശേഷം പോൾ വർക്കൗട്ട് എക്സാംസ് അറ്റൻഡ് ചെയ്യാം. ഓക്കെ ആണല്ലോ ഇത്രയും കാര്യങ്ങൾ. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് ഹാൾ ടിക്കറ്റ് വന്നു. എല്ലാവരും ഇനിയുള്ള സമയമെങ്കിലും നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. താങ്ക് യു.